ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരിച്ചവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു നഷ്ടപരിഹാരമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ നക്കപ്പിച്ച കാശാന്ന് ഒതുക്കാന്ന് വിചാരിക്കണ്ടോ? ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്താ നോക്കുന്നത്? ആപ്പിൾ വേണോ? രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. കേട്ടിട്ടില്ലേ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന? അതാ ഇപ്പൊ നെല്ലിശ്ശേരി സേതുമാധവന്റെ അവസ്ഥ. നെല്ലിശ്ശേരിയിൽ രാജാവായി വാണ സേതുമാധവൻ ഇപ്പതേ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്നു. എന്റെ കൃഷ്ണ, എനിക്ക് നീ ഇങ്ങനെ സന്തോഷങ്ങൾ തന്നോണ്ടിരിക്കുകയാണല്ലോ. ഇതുവരെ കണ്ടതുപോലെ അല്ലേ നീ കളിയെ? കലാശക്കൊട്ടിലേക്കാ. അന്ന് ഞാൻ പൂട്ടിയിട്ടടത്ത് നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പതേ എന്റെ കാൽക്കീഴിൽ എന്റെ നിയന്ത്രണത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നു. എടോ മണ്ടം ഭർത്താവേ, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ പതനം, എല്ലാവരാലും വെറുക്കപ്പെട്ട അർച്ചനയുടെ പടിയിറക്കം, പിന്നെ സേതുമാധവൻ കെട്ടിയുയർത്തിയ നെല്ലിശ്ശേരി വീടിന്റെ പതനം. എന്റെ ഈ 3 സ്വപ്നങ്ങളും നടക്കാൻ ഇനി അധികം താമസമില്ല. എല്ലാം നടന്നു കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നിങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ? വിശപ്പില്ലായിരുന്നു സർ. ആദ്യമായിട്ട് ഈ ലോക്കപ്പിനകത്ത് വന്ന് കയറുമ്പോ അങ്ങനെയൊക്കെ തോന്നും. പറന്ന് നടന്ന കിളിയെ പിടിച്ച് കൂട്ടിലടച്ച എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ഇതും. വിശപ്പും ദാഹമൊന്നും തോന്നില്ല. ഇങ്ങനെ വിശന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പോകും. അത്രേ ഉള്ളൂ. വിശക്കുന്നില്ല സർ. ഒന്നും തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല. ഒന്നും സാറിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ഡിവൈഎസ്പിയോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രമിക്കാം. എന്തായാലും ജാമ്യം ഉടനെ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു വഴിയുണ്ട്. നാളെ കോടതിയിൽ ചെല്ലുമ്പോ ബോധം കെട്ടങ്ങ് വീണേക്കണം. ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണെന്ന് മോള് മരുന്ന് കൊണ്ടുവന്നപ്പോ പറഞ്ഞായിരുന്നു. ബോധം കെട്ട് വീഴുമ്പോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കോടതി പറയും. അവിടെ നിന്ന് പിന്നെ ജാമ്യത്തിൽ പോകാൻ പറ്റും. അതെ, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് ആരോടും പറഞ്ഞേക്കില്ല കേട്ടോ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ.
നമസ്കാരം. ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നെ മനസ്സിലാവാതെ പാവങ്ങളെ ചതിച്ചു കൊന്നിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടെ കയറിയാൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കടന്നു പൊയ്ക്കോടന്ന്. പവിത്രേട്ടന്റെ മക്കൾ അകത്ത് തളർന്നു കിടന്ന് ഉറങ്ങുന്നുണ്ട്. പറക്കാൻ പറ്റാത്ത 2 കുട്ടികള്. ആ പിള്ളേരിന് എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ പവിത്രേട്ടനെ കൊന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? ഇറങ്ങിക്കോളൂ എന്റെ മുറ്റത്തുനിന്ന്. നിങ്ങൾ ബഹളം വയ്ക്കാതെ നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ജീവനോടെ 4 പേരെ ചുട്ടു കൊന്നിട്ട് ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? ദയവ് ചെയ്ത് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങളുടെ കുടുംബത്തെ ആളുകൾ മരിച്ചതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിഷമിച്ചാൽ മതി. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഇനി ആരെ നോക്കും? 2 കുഞ്ഞുങ്ങളാ ഉള്ളത്. അതിന്റെ കാര്യം പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായത്. മരിച്ചവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു നഷ്ടപരിഹാരമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ നക്കപ്പിച്ച കാശാന്ന് ഒതുക്കാന്ന് വിചാരിക്കണ്ടോ?